ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനസ് ടോക്സ്. ഞാൻ അനസ് യൂസഫ്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അത്ര സന്തോഷത്തിലാണ്, എക്സൈറ്റ്മെൻറ്റിലാണ്. നമുക്ക് പേഴ്സണൽ ലൈഫിലൊക്കെ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു പ്രൗഡ് ഫീലിംഗ് ഇല്ലേ, ആ ഒരു ഫീലിങ്ങിൽ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ചിലപ്പോൾ കുറേ തെറ്റുകൾ സംഭവിക്കാം, ഞാൻ റണ്ണിങ് ഷോർട്ട് ഓഫ് വേർഡ്സ് ആവാം, ഇതൊക്കെ സംഭവിക്കാവുന്നൊരു വീഡിയോ ആണ്. ഞാൻ ഒരു എഡിറ്റും ചെയ്യാതെ ജസ്റ്റ് ഫസ്റ്റ് ടേക്കിൽ മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ആണിത്. എൻ്റെ ഒരുപാട് കാലത്തെ കേരള ഫുട്ബോൾ, ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും ഫോളോയിൽ അല്ലെങ്കിൽ അതിനോട് ഇഷ്ടപ്പെട്ട് നടക്കുന്ന സമയത്ത് ഒരുപാട് പ്ലെയേഴ്സിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, കോച്ചുമാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് നല്ല പ്ലെയേഴ്സിനായിട്ട് നല്ല റിലേഷൻഷിപ്പും ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ജിതിൻ മഠത്തിൽ സുബ്രൻ എന്ന് പറയുന്ന ജിതിൻ MS. തൃശ്ശൂർ ഒല്ലൂർ സ്വദേശിയാണ്. ജോസഫ് കാട്ടുകാരൻ എന്ന് പറയുന്ന കോച്ചിൻ്റെ അണ്ടറിൽ ട്രെയിൻ ചെയ്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ജില്ലാ ടീമുകളിലെത്തുമ്പോൾ TG പുരുഷോത്തമൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് കോച്ചിനെ പരിചയപ്പെടുന്നു. ആ വഴി കേരളത്തിനും ജില്ലാ ടീമിലൊക്കെ കളിക്കുന്നു. പിന്നീട് കോളേജ് കാലഘട്ടത്തിൽ കേരളവർമ്മ കോളേജിലോട്ട് TG പുരുഷോത്തമൻ കോച്ച് കൊണ്ടുപോകുന്നു. അവിടെ പെർഫോം ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി ക്യാമ്പിൽ വരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി ടീമിൽ സെലക്ട് ചെയ്യപ്പെടുന്നില്ല. ആ പ്ലെയറെ തന്നെ വീണ്ടും സന്തോഷ് ട്രോഫി ടീമിലെടുക്കുന്നു. സന്തോഷ് ട്രോഫിയിൽ 14 വർഷത്തിന് ശേഷം ടീമിന് കിരീടം കൊണ്ടുവരുമ്പോൾ ടോപ്പ് ഗോൾ സ്കോറർ ആവുന്നു, കേരളം ചാമ്പ്യന്മാരാവുന്നു. അതിൻ്റെ ശേഷം ആ ടൈമിൽ തന്നെ FC കേരളയിൽ കേരള പ്രീമിയർ ലീഗും സെക്കൻഡ് ഡിവിഷനൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ടുള്ള ഒരു മാച്ച് തൃശ്ശൂർ വെച്ച് നടക്കുന്നു. ആ മാച്ചിൽ അദ്ദേഹത്തിൻ്റെ കാലിബർ എന്താണെന്നുള്ളത് റിയലി പുറത്തെടുക്കുന്നു. കളി കാണാൻ വന്നിരുന്ന അന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്റ്റാർ സ്ട്രൈക്കർ ഇയാൻ ഹ്യൂമും കോച്ചായിരുന്ന ഡേവിൻ ജെയിംസും വരുൺ ത്രിപേണിയും ഒക്കെ കൂടിയിട്ട് അദ്ദേഹത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് FC കേരളയിൽ നിന്ന് ട്രാൻസ്ഫർ ഫീ കൊടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കുന്നു. അതിൻ്റെ ഇടയിൽ കോച്ചുമാരൊക്കെ മാറ്റം സംഭവിക്കുന്നു. പുതിയ വരുന്ന എൽക്കോ ഷെട്ടോറി എന്ന് പറയുന്ന കോച്ചിന് ഫിസിക്കൽ ഇല്ല എന്ന് പറഞ്ഞിട്ട്, അത്ര ഫിസിക്കില്ല എന്ന് പറഞ്ഞിട്ട് ജിതിൻ MS മാറ്റുന്നു. പിന്നീട് അദ്ദേഹം സന്തോഷ് ട്രോഫി കളിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് വന്നിട്ട് ശേഷം സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ റൗണ്ട്സ് നടക്കുന്നില്ല. ഗോകുലത്തിൽ ജോയിൻ ചെയ്യുന്നു. ആ സീസണിൽ ആൾക്കൊരു ഇഞ്ചുറി പറ്റുന്നു. റിസർവിൽ 2-3 കളി മാത്രമേ കളിച്ചത്. പിന്നത്തെ വർഷം അതൊക്കെ റിക്കവറായി വന്ന് I ലീഗിൽ ഗോകുലത്തിന് മികച്ച പെർഫോമൻസ് നടത്തുന്നു. ഗോകുലം രണ്ടാമതും I ലീഗ് ചാമ്പ്യന്മാരാവുന്നു. ജിതിൻ ഇന്ത്യയിലെ I ലീഗിലെ ബെസ്റ്റ് മിഡ്ഫീൽഡറായി മാറുന്നു. അതിൻ്റെ ഭാഗമായിട്ട് I ലീഗിലെ ബെസ്റ്റ് മിഡ്ഫീൽഡറിന് സ്വാഭാവികമായിട്ടും ISL ഒരുപാട് ഓഫേഴ്സ് വരുന്നു. അതുപോലെ ഒരുപാട് ഓഫേഴ്സ് വരുന്നു. അതിൽ പ്ലേയിങ് ടൈമും കൂടി കണക്കിലെടുത്തിട്ട് നോർത്ത് ഈസ്റ്റിൽ പോകുന്നു. ഫസ്റ്റ് സീസൺ അവിടെ വലിയ പെർഫോമൻസ് ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ ശേഷം സെക്കൻഡ് സീസണിൽ അവിടെ ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവരുന്നു, ജുവാൻ പെട്രോ ബെനാലി. ആ കോച്ച് നല്ല രീതിയിൽ ജിതിനെ ഗൈഡ് ചെയ്യുന്നു. കഴിഞ്ഞ സീസണിലെ 7ാം സ്ഥാനത്തെ ടീം ഫിനിഷ് ചെയ്യുന്നു. ഈ സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഡൂറൻ കപ്പിൽ വിന്നറാവുന്നു. ആ ഡൂറൻ കപ്പിലെ ഏറ്റവും മികച്ച പ്ലെയർ, അതായത് ഗോൾഡൻ ബോൾ വിന്നറാവുന്നു ജിതിൻ MS. 6 കളിയിൽ നിന്ന് 4 ഗോളുകളും 3 അസിസ്റ്റും കൂടെ. അതിൻ്റെ ശേഷം തന്നെ കഴിഞ്ഞ സീസണിൽ ISL പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ ജിതിന് നാഷണൽ ക്യാമ്പിലോട്ട് കോളപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടീമിലോട്ട് ബ്രേക്ക് ത്രൂ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ത്യൻ ക്യാമ്പ് കിട്ടിയെന്ന് പറയുന്ന ഒരു പ്രൗഡ് മൊമെൻറ്റിലോട്ട് വരെ എത്തി നിൽക്കുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എവിടെ നോക്കിയാലും ഈ ഒരു പ്ലെയറിൻ്റെ ഒരു ഗ്ലാമറസ് സൈഡോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ ആകെ കാണുന്ന ഒറ്റ ഇൻ്റർവ്യൂ കഴിഞ്ഞ വർഷം ഞാൻ എടുത്ത ഒരു ഇൻ്റർവ്യൂ മാത്രമാണ്. അല്ലാതെ ഒന്നും നിങ്ങൾക്ക് ജിതിൻ്റെ കാണാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ കളിയും ആ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് വളരെ ഒതുങ്ങി ജീവിക്കുന്ന, അങ്ങനെ വലിയ ബഹളങ്ങളൊന്നും ജീവിക്കാത്ത ഒരു നല്ലൊരു ഫുട്ബോളറാണ്. എന്നാൽ പോലും അദ്ദേഹത്തിന് കേൾക്കാത്ത കുത്തുവാക്കുകളില്ല. ബേസിക്കലി അദ്ദേഹം ഭയങ്കര ലീനായിട്ടുള്ളൊരു ബോഡി ടൈപ്പിലുള്ള ഒരാളാണ്. ആൾക്ക് ഫിസിക്കില്ല. അതുകൊണ്ട് ആൾക്ക് ISL-ലോ I ലീഗിലോ പോയിട്ട് കേരള പ്രീമിയർ ലീഗിൽ കളിക്കാനുള്ള ക്വാളിറ്റി പോലും ഇല്ല എന്ന് പറയുന്ന വലിയ പണ്ഡിതന്മാരുള്ള സ്ഥലമാണ്. ഇന്ത്യൻ ക്യാമ്പിലോട്ട് സെലക്ഷൻ കിട്ടിയിട്ട് പോലും ഇന്ത്യൻ ക്യാമ്പിൽ നിന്ന് വരെ റിജക്റ്റ് ചെയ്യാനുള്ള റീസൺ ഇതാണെന്നും കോച്ചിങ് സ്റ്റാഫ് ഡയറക്റ്റ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന മഹാന്മാരുള്ള സ്ഥലമാണ്. കുത്തി നോവിക്കാവുന്നതിൻ്റെ മാക്സിമം ആ പ്ലെയറിനെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമുള്ള സ്ഥലത്താണ്. അദ്ദേഹത്തിന് വേറെ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫുട്ബോളായിട്ട് മുന്നോട്ട് പോവാണ്. എത്ര പേര് കുത്തി നോൽപ്പിച്ചാലും ഫുട്ബോളിൽ സത്യമുണ്ട്. അത് 100% അതിനു വേണ്ടി കൊടുക്കുമ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ അത് ആർക്കും മറച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് ജിതിൻ മഠത്തിൽ സുബ്രൻ എന്ന് പറയുന്ന ജിതിൻ MS. സീരിയസ്ലി ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ പുതിയതായിട്ടൊന്നുമില്ല, എൻ്റെ ഒരു ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്.
ഇനിയെങ്കിലും ആ പയ്യനെ വെറുതെ വിടണം. അതിനെ ഇനിയും കുത്തി നോൽപ്പിക്കാൻ നിൽക്കരുത്. അവൻ കളിക്കട്ടെ അവന് ഇഷ്ടപ്പെട്ട കളി. സോ ഗൈസ്, വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം അനസ് യൂസഫ്.